Hello students, I think you are thorough about the tests that we are going to apply for convergence or divergence of different series. If you are thorough about the theory part, you can do the problems easily. Now we discuss the convergence of sigma 1 by n raised to p using integral test. We know the convergence or divergence of sigma 1 by n raised to p using some other methods, and we know that it depends on the value of p. For p equal to 1, p greater than 1 and p less than 1, we do it separately. And in integral test also, we find the convergence or divergence using the different values of p. What about integral test? Integral test says that the series sigma 1 by n raised to p converges or diverges together with the infinite integral 1 to infinity f of x dx. Here f of n equal to 1 by n raised to p and f of x equal to 1 by x raised to p. The difference is that in the series we are writing the terms only for natural numbers. Series അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം അങ്ങനെ വരുമ്പോൾ n equal to 1 n equal to 2 അങ്ങനെയാണ്. n equal to 1 1 by 1 raised to p, n equal to 2 1 by 2 raised to p അടുത്ത ടൈം ആവുള്ളൂ. If we write 1 by x raised to p, 1 by 1 raised to p, 1 by 1.1 raised to p, 1.005 raised to p അങ്ങനത്തെ ടേംസ് ഒക്കെ നമുക്ക് ഫംഗ്ഷൻ എഴുതുമ്പോൾ ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് ഫംഗ്ഷനും ഇതിൽ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷനും സീരീസിൽ എഴുതിയിരിക്കുന്ന ടേമും തമ്മിൽ എന്ന് മനസ്സിലാക്കുക. Here we have to identify f of n. Here we have f of n equal to 1 by n raised to p. p വ്യത്യാസപ്പെടുന്നതനുസരിച്ച് അതിനെ മനസ്സിലാക്കുക അത്രയും. And f of x equal to 1 by x raised to p. And convergence or divergence depends on the value of p. First we take the case p equal to 1. p equal to 1 ല് അപ്പോൾ എന്താ f of x equal to f of n equal to 1 by n. റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. f of x equal to 1 by x. Now we use the integral test for the function f of x equal to 1 by x. ഇന്റഗ്രൽ ടെസ്റ്റിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഇന്റഗ്രൽ 1 to infinity f of x dx ആണ്. അത് കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറഞ്ഞിരിക്കുന്നത് you write limit b tends to infinity. ഇന്റഗ്രൽ ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റഗ്രൽ 1 to infinity f of x dx equal to ഇന്റഗ്രൽ 1 to infinity f of x dx equal to, ചില കേസിൽ അത് പെട്ടെന്ന് എഴുതാം. അതിന്റെ കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗത്തിന് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് b tends to infinity. ഇൻഫിനിറ്റ് ലിമിറ്റ് പൊക്കത്തിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ്, ഇൻഫിനിറ്റ് ബൗണ്ട് പൊക്കത്തിൽ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇന്റഗ്രൽ 1 to b f of x dx കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ b കാണും, b tends to infinity കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽ 1 to b, ഫസ്റ്റ് വേ കാൽക്കുലേറ്റ് ഇന്റഗ്രൽ 1 to b f of x dx. ഇന്റഗ്രൽ 1 to b f of x dx. Here it is equal to integral 1 to b f of x is 1 by x. 1 by x dx. ഇൻഫിനിറ്റി ലിമിറ്റ് കിടക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. 1 by xന്റെ ഇന്റഗ്രൽ നിങ്ങൾക്കറിയാം log x ആണ്. 1 to b ആണ് ലിമിറ്റ് എങ്കിൽ ലിമിറ്റ് ഫ്രം 1 to b equal to, നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ log b minus log 1, and we know that log 1 is 0 and this is log b. എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുവാണ് നല്ലത്, ബുക്കിൽ എത്രയും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ 1 to infinity log x അല്ല f of x dx ആണ് നമുക്ക് ആവശ്യമുള്ളത്. 1 to infinity f of x dx. It is defined by limit b tends to infinity. ഇന്റഗ്രൽ 1 to, എല്ലായിടത്തും ഇത് ആവശ്യമുണ്ടെന്നല്ല, ചില ഇന്റഗ്രൽസ് എവാലുവേറ്റ് ചെയ്യാൻ ഇൻഫിനിറ്റി പൊക്കത്തിൽ ലിമിറ്റ് വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിലേക്കാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവും, അതിലേക്കാണ് നമ്മൾ ഇത് ചെയ്യുക. ഇന്റഗ്രൽ 1 to b f x dx ന്റെ b tends to infinity കൊടുത്താൽ മതി. അപ്പോൾ ഇന്റഗ്രൽ 1 to b f x dx നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് b tends to infinity log b നമുക്ക് ചെയ്താൽ മതി. ലിമിറ്റ് b tends to infinity 1 to b ഇന്റഗ്രൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയത് log b ആണ്. അപ്പോൾ എന്ത് കിട്ടും?
ബിക്ക് പകരം ഇൻഫിനിറ്റി എന്ന് കൊടുത്താൽ ലോഗ് ഇൻഫിനിറ്റി വിച്ച് ഈസ് ഓൾസോ ഇൻഫിനിറ്റി, അത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി അത് ഇൻഫിനിറ്റി ആണ്. ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് വാല്യൂ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനനുസരിച്ചാണ് എഫ് എക്സ് നമ്മൾ എവിടെ നിന്ന് എടുത്ത 1/xൽ നിന്ന്, അതിനനുസരിച്ചാണ് സിഗ്മ 1/n raised to p, സിഗ്മ 1/n raised to p for p equal to 1, for p equal to 1 എന്ന് പറഞ്ഞാൽ അത് സിഗ്മ 1/n ആണ്. p equal to 1 സിഗ്മ 1/n ആണ്. അത് നമ്മൾ ഹാർമോണിക് സീരീസ് ആണ്, ഡൈവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇന്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ച് ഹാർമോണിക് സീരീസ് ഡൈവേർജന്റ് ആണ് എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സിഗ്മ 1/n raised to p for p equal to 1 means സിഗ്മ 1/n 1 plus 1/2 plus ഇതാണ് ഈ കേസിൽ 1 plus 1/2 plus 1/3 plus എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇവിടെ ഇല്ല, ഇവിടെ ഫൈനൈറ്റ് ഇന്റഗ്രൽ കിട്ടിയില്ല. അപ്പോൾ ഇന്റഗ്രലും സീരീസും, ഇന്റഗ്രൽ ഫൈനൈറ്റ് ആണെങ്കിൽ സീരീസ് കൺവേർജന്റ് ആണ്, അതർവൈസ് ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഇന്റഗ്രൽ ഇൻഫിനിറ്റി ആണ് എന്ന് പറയുന്നത്. സമ്മ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്, അപ്പൊ ഈ സമ്മ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്, അപ്പൊ കൺവേർജസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയത്തില്ലല്ലോ. അപ്പോൾ സിഗ്മ 1/n raised to p for p equal to 1 is divergent. സിഗ്മ 1/n is divergent. p equal to 1 അത് ഹാർമോണിക് സീരീസ് ആണ്, ഹാർമോണിക് സീരീസിന്റെ ഡൈവേർജൻസ് ആണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത് ഇന്റഗ്രൽ ടെസ്റ്റ് ഉപയോഗിച്ച്. അപ്പൊ ഈ പാർട്ട് മാത്രമായിട്ടൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഡിസ്കസ് അബൌട്ട് ദ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് ഹാർമോണിക് സീരീസ് യൂസിങ് ഇന്റഗ്രൽ ടെസ്റ്റ്, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ അത് p equal to 1 മാത്രമേ ആയുള്ളൂ. ഇനി നമുക്ക് p1 അല്ലാത്ത കേസിൽ, p not equal to 1 നമ്മൾ സിഗ്മ 1/n raised to p എന്ത് ചെയ്യും എന്ന് നോക്കാം. p equal to 1 ആയപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 1/x എന്നായി എന്നേ ഉള്ളൂ. ഹിയർ വി റൈറ്റ് ഇന്റഗ്രൽ, അതിന്റെ പകുതി പാർട്ടാണ് നമ്മൾ 1 to b ആണ് എഴുതി വെക്കുക. ഇന്റഗ്രൽ 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതി വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. ഇന്റഗ്രൽ 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to b എഫ് ഓഫ് എക്സ് 1/x raised to p dx, 1/x raised to p dx ഈക്വൽ ടു ഇന്റഗ്രൽ 1 to b ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് പവർ റൂൾ അപ്ലൈ ചെയ്യാം, x raised to -p എന്ന് റീറൈറ്റ് ചെയ്യാം dx ഈക്വൽ ടു ഇന്റഗ്രൽ 1 ഇന്റഗ്രേറ്റ് ചെയ്യാലോ അല്ലെ. ഇന്റഗ്രേറ്റ് ചെയ്താൽ x raised to -p യുടെ ഇന്റഗ്രൽ x raised to -p plus 1 എന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. ഡിവൈഡഡ് ബൈ -p plus 1 എന്ന് നമ്മൾ എഴുതും. ഫ്രം 1 to b from 1 to b ഈക്വൽ ടു നമ്മൾ അപ്പർ ലിമിറ്റ് b കൊടുക്കുകയാണ്. b raised to -p plus 1 ഡിവൈഡഡ് ബൈ -p plus 1. ഇനി 1 കൊടുത്താൽ മൈനസ് ഓഫ് എക്സ് ഈക്വൽ ടു 1, 1 raised to -p plus 1, 1 raised to തന്നെ എടുത്താലും അത് 1 തന്നെ ആയിരിക്കും. 1 raised to 0 ആണെങ്കിൽ പോലും 1 ഡിവൈഡഡ് ബൈ -p plus 1. ഇതിനെങ്ങനെ രണ്ട് അറേഞ്ച് ചെയ്ത് -p plus 1 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് ഇടാം, പക്ഷെ ഇത് രണ്ടായിട്ട് തന്നെ കിടക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ബുക്കിലെ അറേഞ്ച്മെന്റ് നോക്കണ്ട, ഇതുപോലെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നോട്ട് ഈക്വൽ ടു 1 നമുക്ക് ഇങ്ങനെ എക്സ്പ്രഷൻ എഴുതാം. ഇനി ഇതിന് b ആയിട്ട് ഇനി നമ്മൾ എന്താ കൊടുക്കാൻ പോവുക, ഇനി നമുക്ക് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഇന്റഗ്രൽ 1 to b എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നതിന്റെ ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഓഫ് b raised to -p plus 1 ഡിവൈഡഡ് ബൈ -p plus 1. അത് സെപ്പറേറ്റ് ആയിട്ട് കിടന്നോട്ടെ. -1/-p plus 1. ഇതിൻ്റെ അകത്ത് b ഇല്ല. b ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഈ ഭാഗം കൊണ്ടാണ് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. b ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ p വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് ടേമിന്റെ വാല്യൂ b ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഈ b യുടെ പവർ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. b യുടെ പവർ p -p plus 1, p 1/2 ആണെന്ന് വിചാരിക്കുക. -1/2 plus 1 b raised to 1/2 എന്ന് വരും.
ബി റൈസ് ടു 1/2 എന്ന് പറയുമ്പോൾ ബിയുടെ പവർ പോസിറ്റീവ് ആണ്. ഈ ടേം ന്യൂമറേറ്ററിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ അത് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിൽ ഇൻഫിനിറ്റി ആയിട്ട് വരും. ഇനി നിങ്ങൾ വിചാരിക്കുക പിയുടെ വാല്യൂ 2 ആണ്, -2 + 1, അപ്പോൾ -1 വരും. ബി റൈസ് ടു -1. ബി റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആ ബി ഡിനോമിനേറ്ററിലാണ് വരിക. ബി റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/b ആയി. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ഡിനോമിനേറ്ററിലാണ് ആ ഇൻഫിനിറ്റി വരിക. അപ്പോൾ ആ ടൈം 0 ആയിപ്പോയി. അപ്പോൾ എന്താ സംഭവിക്കുക? P1നേക്കാൾ വലുതാണോ P1നേക്കാൾ ചെറുതാണോ? P1നേക്കാൾ ചെറുതാണെങ്കിൽ ബിയുടെ പാർട്ട് ന്യൂമറേറ്ററിൽ കിടക്കും. P1നേക്കാൾ കൂടുതലാണെങ്കിൽ ബിയുടെ പാർട്ട് ഡിനോമിനേറ്ററിൽ കിടക്കും. ആ കാരണം കൊണ്ട് നമ്മൾ ഇതിനെ രണ്ടായിട്ട് ഇനി ക്ലാസിഫൈ ചെയ്യും. P1നേക്കാൾ വലുത്, P1നേക്കാൾ ചെറുത്. ഇഫ് P ഇനി രണ്ട് കേസിലേക്ക് പോവാണ്. പോയതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. P1നേക്കാൾ വലുത് -2 -3 എന്നൊക്കെ വരുമ്പം ബി റൈസ് ടു ഒരു നെഗറ്റീവ് പവർ വരും. അപ്പോൾ ബി ടേം ഡിനോമിനേറ്ററിലേക്ക് വരും. ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി, ദിസ് ടൈം ടെൻസ് ടു 0. അതാണ് നമ്മളുടെ ലക്ഷ്യം. P1നേക്കാൾ ചെറുതാണെങ്കിൽ ബി ടേം ന്യൂമറേറ്ററിൽ കിടക്കും, ഇൻഫിനിറ്റി ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ അവിടെ ഇൻഫിനിറ്റ് ആകും, ഡൈവേർജന്റ് ആവും. ഇഫ് P ഗ്രേറ്റർ ദാൻ 1, P ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ P1നേക്കാൾ വലുതാണ് -P. P ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ P -1 ഗ്രേറ്റർ ദാൻ 0, -P + 1. -P + 1 നെഗറ്റീവ്. P -1 ഗ്രേറ്റർ ദാൻ 0 ഓർ 1 - P, P -1 അല്ലെ -P + 1 തന്നെ എഴുതിക്കും. -P + 1 ഈസ് ലെസ് ദാൻ 0. -P + 1 ഈസ് ലെസ് ദാൻ 0. വി ക്യാൻ റൈറ്റ് ബി റൈസ് ടു -P + 1 എന്ന അവിടെ കാണുന്ന ടേം ഇവിടെ കാണുന്നതിന് അതേപോലെ എടുത്ത് എഴുതിക്കും. ബുക്കിൽ നോക്കണമെന്നില്ല, ബുക്കിൽ മറ്റൊരു തരത്തിൽ എഴുതിക്കും. എല്ലാം സെയിം തന്നെ. ബി റൈസ് ടു -P + 1 എന്ന് പറയുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ ബി റൈസ് ടു P - 1. -P + 1 ഈസ് നെഗറ്റീവ്. അപ്പൊ ഞാൻ താഴേക്ക് ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന് എഴുതുകയാണ്. ബി റൈസ് ടു P, ഇത് നെഗറ്റീവാ. അപ്പോൾ ഇത് P റൈസ് ടു -2 എന്നാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നമ്മളിപ്പോ എന്ത് എഴുതിയത്? 1/b റൈസ് ടു 2 എന്ന് എഴുതി. ബി റൈസ് ടു -2 എന്നാണ് ഈ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിനെ 1/b റൈസ് ടു 2 എന്ന് എഴുതാം. അതായത് ചെയ്തത്. ബി റൈസ് ടു -P + 1. -P + 1 ഈസ് നെഗറ്റീവ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂ ആണ് P -1. അപ്പൊ ഇതിനെ 1/b റൈസ് ടു P -1 എന്ന് എഴുതാം. അപ്പോൾ ബി ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എന്ത് സംഭവിക്കും? ഇത് 1/∞ എന്നാവും. ടെൻസ് ടു 0 ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? 1/, ഇത് ഈ എഴുതിയിരിക്കുന്ന നെഗറ്റീവ് പവറാണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ അതിനെ പോസിറ്റീവ് പവർ ആക്കി എഴുതിയിട്ട് വേണം ലിമിറ്റ് എടുക്കുക. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി, ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഡിനോമിനേറ്ററിൽ ഇൻഫിനിറ്റി വരുന്നു. അപ്പൊ ഇത് 0 ആയി. ഈ ടൈം 0 ആയാൽ ആ കേസിലെ ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി fx dx ന്റെ വാല്യൂ എന്താകും? ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി fx dx ഈക്വൽ ടു അപ്പൊ ഈ ടൈമിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇതെന്തായി? -P + 1 താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ റോള് പോലും ഇല്ല. ഈ സംഭവം 0 ആയി. ബി റൈസ് ടു -P + 1. ബി റൈസ് ടു -P + 1 ടെൻസ് ടു 0. ഈ കാണുന്ന ന്യൂമറേറ്ററിലെ ബി റൈസ് ടു -P + 1 ആണ് ഇപ്പോ P ഗ്രേറ്റർ ദാൻ 1 0 ആയത്. 0 ഇഫ് P ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഈ ടൈം മൊത്തം 0 ആയി. അതുപോലെ നമുക്ക് എന്ത് കിട്ടും? -1/P + 1 എന്ന ഫൈനൈറ്റ് വാല്യൂ കിട്ടും. അപ്പൊ ഇന്റഗ്രൽ if P greater than 1, integral 1 to infinity fx dx exists. Integral x is finite. And finite. അപ്പോൾ P greater than 1 എന്ത് സംഭവിക്കും? ആ കേസിൽ സിഗ്മ 1/n raised to P is convergent. ഏത് കേസിലാ? Convergent if P greater than 1. And if P less than 1, what happens? P less than 1 minus P plus 1 എന്ന് പറയുന്ന if P plus less than 1 minus P plus 1 എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. P less than 1 1/2 വരുമ്പോൾ -1/2 plus 1 എന്ന് നമ്മൾ എഴുതിയ പോലെ ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ V raised to -P plus 1 എന്ന് പറയുന്ന വാല്യൂ എന്താവും? ടെൻസ് ടു ഇൻഫിനിറ്റി as B tends to infinity. അത് ഇൻഫിനിറ്റിയിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ഈ ടേം ഇൻഫിനിറ്റിയിലേക്ക് പോയി. അപ്പോൾ മറ്റേ -1/P plus 1 എന്ന ചെറിയ വാല്യൂടൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ ഇന്റഗ്രൽ 1 to infinity fx dx ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാവും. അപ്പോൾ സിഗ്മ 1/n raised to P ഡൈവേർജസ് എന്ന് നമുക്ക്
ഉറപ്പായിട്ടും പറയേണ്ടി വരും. ഡൈവേർജസ്.